നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി മേഖലയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പനയപ്പള്ളി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ മൺകുടമുടച്ച് പ്രതിഷേധിച്ചു. മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി മേഖലകളിൽ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പനയപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ മൺകുടം മുടച്ച് പ്രതിഷേധിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പുറമെ ചില സമയങ്ങളിൽ കയറി വരുന്ന മാലിന്യം നിറഞ്ഞ വെള്ളം മാത്രമാണ് ലഭിക്കുന്നതെന്നും സമരക്കാർ പരാതിപ്പെട്ടു. അധികാരികൾക്ക് മുമ്പിൽ ഒരുപാട് പ്രാവശ്യം പരാതികൾ ബോധിപ്പിച്ചിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പനയപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൺകുടം മുടച്ച് പ്രതിഷേധിച്ചത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി പ്രവർത്തകർ വാക്കുതർക്കമുണ്ടായി. ഒരാഴ്ചക്കുള്ളിൽ കുടിവെള്ളത്തിന് പരിഹാരം കാണാമെന്ന് രേഖാമൂലം എഴുതി കൊടുത്തതിനു ശേഷമാണ് സമരക്കാർ പിരിഞ്ഞത്. കൗൺസിലർ ശൈല തദേവ് സമരം ഉദ്ഘാടനം ചെയ്തു. വെള്ളത്തിന്റെ ഒരു കുറവ് നമുക്ക് പടിഞ്ഞാറൻ കൊച്ചിയിലുണ്ട്. അതിലിപ്പോ ഈ ചക്കാമാടം ആ ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ ആഴ്ചയിൽ വെറും 2 കുടം വെള്ളം മാത്രമാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മളെ കൊച്ചി പോലെയുള്ള ഈ ഒരു ഏരിയയിൽ ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ എല്ലാ ദിവസവും കുടിവെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം അത് പ്രതിഷേധമാണത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മളിവിടെ. ഇപ്പോൾ ഇവിടെ ഏക്സിയുമായിട്ട് നമുക്ക് സംസാരിച്ചു. നമുക്കറിയാം കൊച്ചിക്ക് കിട്ടേണ്ട വെള്ളം അളവ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നമുക്കറിയാം, അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന നേവിക്കാർക്കും മറ്റും ദ്രോണാചേരിയ പോലെയുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ ആവശ്യത്തിലധികം വെള്ളം കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ സാധാരണക്കാർക്ക് ആ വെള്ളം നമുക്ക് കിട്ടാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞു 36 MLD വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന്. അത് പച്ചക്കള്ളമാണ്. കാരണം 24 MLD കൂടുതൽ വെള്ളം, ഒരു തുള്ളി വെള്ളം നമുക്ക് കിട്ടുന്നില്ല. ആ കിട്ടുന്ന വെള്ളം വെച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കളിച്ചുകൊണ്ടിരിക്കണേ. ഇവിടെ മാത്രമല്ല, കൊച്ചി നഗരസഭയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും കുടിവെള്ളത്തിൻ്റെ വളരെയധികം കുറേ ടാങ്കുകൾ പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ടാങ്ക് എന്തിനാണ്? ഈ ടാങ്ക് കോടിക്കണക്കിന് രൂപ മുടക്കി ടാങ്കുകൾ പണിത് വെച്ചിട്ട് അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ടാങ്കിലേക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല, വെള്ളം നിറക്കാൻ. കോൺഗ്രസ് പനയപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സനൽ ലീസ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഷമീർ വളവത്ത്, KR രജീഷ്, TM റിഫാസ്, MS ഷുഹൈബ്, മാർട്ടിൻ, ഷീജ സുധീർ, ലൈല കബീർ, അഫ്സൽ അലി, മൻസൂർ അലി, R ബഷീർ, ഷാജി ചെല്ലാനം, സുനിത ഷമീർ, ലിജി ചക്കാമാടം, സെബാസ്റ്റ്യൻ ആന്റണി, ഇബ്രാഹിം കുട്ടി, ഉബൈദ്, നൌഷാദ്, അഷ്കർ ബാബു, ജൂഡ്, ജേക്കബ് പൊന്നൻ, ബൈസിൽ ഡിക്കോത്ത, സംജാദ് ബഷീർ, മുജീബ് കൊച്ചങ്ങാടി, സൈനുദ്ദീൻ ലത്തീഫ്, അഫ്സൽ മുഹമ്മദ്, റാഫേൽ, ജാസ്മിൻ പനയപ്പള്ളി, പുഷ്പ റോഷൻ, ഷബന നൌഷാദ്, ഖലീൽ, MR ഷഫീഖ്, സഫീർ, സുജിത് മോഹൻ, സുബൈർ, പ്രത്യുഷ്, യാസിൻ നൈന, സുധീർ എന്നിവർ നേതൃത്വം നൽകി. അവിടെ വേര് കയറി പിടിച്ച് അവിടെ എന്ത് സംഭവിച്ചു? നിങ്ങൾ ഉത്തരവാദിത്തക്കുറവാണ്. അല്ല, നിങ്ങൾ ഉത്തരവാദിത്തക്കുറവായിരുന്നു. വർഷങ്ങളോളം അവിടെ വെള്ളമില്ലാണ്ട് ടാങ്കറിലോട്ടാണ് വെള്ളം അടിച്ചുകൊണ്ടിരിച്ചത്. ലാസ്റ്റ് എല്ലാവരും നോക്കി കഴിഞ്ഞു വേര് പിടിച്ചിട്ട് പിടിച്ചിറക്കണം. പിന്നെ മാന്യമായിട്ട് നോക്കിയില്ലാന്നുള്ളതാണ്. ആദ്യമായിട്ട് സംഭവിക്കണമെന്നല്ലത് ഏട്ടാ. ഈ ചക്കാമാടത്ത് ഈ ബില്ലിന് ഒരു പരിഹാരം കാണണം. സാധാരണക്കാരാണ് അവിടെ ഉള്ളത്. അവർക്ക് ബില്ല് 1300 രൂപ ബില്ല് വന്നേക്കണം. വെള്ളവും ഇല്ല. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.